ത്രില്ലർ ഹൊറർ സിനിമകളുടെ കാഴ്ചക്കാരൻ, എന്നാൽ ഒരിക്കൽ പോലും ഹൊറർ പടം പിടിക്കാൻ ആഗ്രഹിക്കാത്ത സംവിധായകൻ, റോംകോം സിനിമകൾ കാണാൻ താല്പര്യപ്പെടാത്ത പ്രേക്ഷകൻ, എന്നാൽ തുടർച്ചയായി റോംകോമിൽ സേഫ് സോൺ കണ്ടെത്തിയ സംവിധായകൻ. ഈ ഇൻട്രോ ആരെക്കുറിച്ചായിരിക്കുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. മലയാളത്തിൽ ഇപ്പോൾ ഏറ്റവും നല്ല ഫീൽ ഗുഡ് സിനിമകൾ തന്നുകൊണ്ടിരിക്കുന്ന സംവിധായകനാണ് ഗിരീഷ് ഷേഡി. തണ്ണീർമത്തൻ ദിനങ്ങൾ എന്ന ആദ്യ ചിത്രത്തിലൂടെ മലയാള സിനിമാ പ്രേക്ഷകരെ ഹരം കൊള്ളിച്ച സംവിധായകനാണ് ഇദ്ദേഹം. തണ്ണീർമത്തന് ശേഷം സൂപ്പർ ശരണിയും പിന്നീട് രാജ്യമൊട്ടാകെ അംഗീകരിച്ച പ്രേമലുവുമൊക്കെയായി ഗിരീഷ് ഷേഡി ശൈലി എന്നൊരു പുതുസംഗതി ഉണ്ടാക്കിയെടുത്തു ഇദ്ദേഹം. മലയാളത്തിൻ്റെ റോംകോം പ്രോ നിവിനും ഗിരീഷ് ഷേഡിയും ഒന്നിച്ചപ്പോൾ വന്നു ബത്ലഹേം കുടുംബ യൂണിറ്റ്. ചെയ്തതിൽ ഏറ്റവും ബഡ്ജറ്റ് കൂടിയ പടം. ഗിരീഷ് ഷേഡിയുടെ ലിസ്റ്റിൽ ആദ്യമായി സ്റ്റാർ കാസ്റ്റ് എത്തുന്ന പടം. ഇത്തവണയും പതിവ് പോലെ ഓണം കൊണ്ടുപോകുന്നു നിവിൻ പോളി. ഗിരീഷ് ഷേഡി തൻ്റെ കരിയറിലെ ആദ്യ ചിത്രമായി ഒരിക്കൽ സ്വപ്നം കണ്ടിരുന്നതാണ് ഈ ബത്ലഹേം കുടുംബ യൂണിറ്റ്. കരിയറിലെ ഏറ്റവും വലിയ ഹിറ്റ് പ്രേമലുവിൻ്റെ പശ്ചാത്തലം നഗരമായിരുന്നെങ്കിൽ ബത്ലഹേം പക്കാ നാട്ടിൻപുറത്തെ കഥയാണ്. അങ്കമാലിയാണ് ചിത്രത്തിൻ്റെ കഥാപരിസരം. ഒരു ക്രിസ്ത്യൻ കത്തോലിക്ക ബാക്ക്ഡ്രോപ്പിലാണ് ചിത്രത്തിൻ്റെ കഥ നടക്കുന്നത്. കറുകുറ്റിയിൽ കാറ്ററിംഗ് സർവീസ് നടത്തുന്ന ചെറുപ്പക്കാരനാണ് ജസ്റ്റിൻ. ബന്ധുക്കളും ഇടവകക്കാരൊക്കെയുമായി ചെറിയൊരു കുടുംബ യൂണിറ്റും ജസ്റ്റിൻ്റെ വീടിന് ചുറ്റുമുണ്ട്. ആഷ്ലി എന്നാണ് മമിതയുടെ കഥാപാത്രത്തിൻ്റെ പേര്. ഡിഗ്രി സ്റ്റുഡൻ്റാണ് ആഷ്ലി. കുറച്ച് മ്യൂസിക്കും ബാൻഡും ഒക്കെ ആയിട്ട് നടക്കുന്ന ഒരു മിഡിൽ ക്ലാസ് പെൺകുട്ടി. ജസ്റ്റിൻ ചേട്ടനും ആഷ്ലിയും തമ്മിൽ 10 വയസ്സിൻ്റെ പ്രായവ്യത്യാസമുണ്ട്. ഇവർ തമ്മിലുള്ള പ്രണയമാണ് ത്രെഡ്. തൻ്റെ ചുറ്റിലുമുള്ള കഥാപാത്രങ്ങളും സാഹചര്യങ്ങളും അനുഭവങ്ങളുമാണ് ഗിരീഷ് ഷേഡി ഈ സിനിമയ്ക്കായിട്ട് ചേർത്ത് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതുവരെ ഗിരീഷ് ഷേഡി ചെയ്തിട്ടുള്ളതിൽ വെച്ച് അയാളുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന കഥാപരിസരമായിരിക്കും ബത്ലഹേം കുടുംബ യൂണിറ്റിൻ്റേത്. വളരെ ഈസിയായി സാധാരണക്കാരൻ്റെ കഥ പറയാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് ഗിരീഷ് ഷേഡി. അതിൽ അയാൾക്ക് മാത്രം സാധ്യമാകുന്ന ഒരു മാജിക് ഉണ്ട്. അത് പതിവ് പോലെ ബത്ലഹേമിലും നമുക്ക് കാണാൻ പറ്റും. നിവിൻ്റെ ജസ്റ്റിൻ ചേട്ടൻ തൊട്ടപ്പുറത്തെ ചേട്ടായി ഫീലാണ്. സൂപ്പർ ശരണിയിൽ നിന്ന് ബത്ലഹേമിൽ എത്തുമ്പോൾ മമിത അത്രമേൽ സ്വാഭാവികതയുള്ള ആർട്ടിസ്റ്റായി പരുവപ്പെട്ടിട്ടുണ്ട്. തൻ്റെ കഥയിലേക്ക് കഥാപാത്രങ്ങളെ തിരഞ്ഞെടുക്കുന്നതിൽ ഗിരീഷ് ഷേഡിക്കുള്ള കഴിവ് മുമ്പ് പുതുമുഖങ്ങളെ കൊണ്ടുവന്ന് തെളിയിച്ചിട്ടുള്ളതാണ്. പകരം ആരെന്ന് തോന്നിപ്പോകും വിധം കൃത്യമായ കാസ്റ്റിംഗ് ആണ് ബത്ലഹേമിലും ഉള്ളത്. ജസ്റ്റിൻ ചേട്ടൻ്റെ ഗ്യാങ്ങിൽ ഉൾപ്പെടെയുള്ള ഓരോ കഥാപാത്രങ്ങളും കയ്യടി അർഹിക്കുന്നുണ്ട്. ചൂരൽ ഫെയിം ഷമീർ ഖാനും ആവേശം ഫെയിം റോഷൻ ഷാനവാസുമാണ് ഗ്യാങ്ങിലെ ശ്രദ്ധിക്കപ്പെടുന്ന 2 കഥാപാത്രങ്ങൾ. ഇവർക്കൊപ്പം സുരേഷ് കൃഷ്ണയും വിനയ് ഫോർട്ടും സംഗീത് പ്രതാപും ഗ്യാങ്ങിലുണ്ട്. ശ്രിൻഡ, മീനാക്ഷി, ബിന്ദു പണിക്കർ, വെട്ടുവിളി പ്രകാശ് തുടങ്ങി കുറേ താരങ്ങൾ വേറെയുമുണ്ട്. ഇവരുടെയൊക്കെ പ്രകടനവും അതിമനോഹരമാണ്. തമാശയ്ക്ക് വേണ്ടി സിനിമയിൽ ഉപയോഗിച്ചിട്ടുള്ള ചില മൂവി റെഫറൻസുകളുണ്ട്. ശ്രിൻഡയുടെ 96ലെ തൃശയുടെ സ്പൂഫ്, സുരേഷ് കൃഷ്ണയുടെ ലാലേട്ടൻ ജമ്പ്, ശ്യാം മോഹൻ്റെ കാന്താര റെഫറൻസ് തുടങ്ങി തിയേറ്ററിൽ കയ്യടി വീഴാൻ കുറച്ചധികം സംഗതികൾ ഗിരീഷ് ഷേഡി തന്നെ സ്ക്രിപ്റ്റിൽ എഴുതി വെച്ചിട്ടുണ്ട്. പ്രേമലു പോലെ കോമഡി കൗണ്ടർ ഫിൽഡ് പടമൊന്നുമല്ല ബത്ലഹേം. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ചെറുചിരി സാധ്യമാവുന്ന മൊമെൻറ്റുകളിലൂടെയാണ് കഥ പോകുന്നത്. പക്ഷേ പ്രേമലുവിലെ സ്റ്റോറി ആർക്ക് തന്നെയല്ലേ പിന്തുടരുന്നത് എന്ന സിനിമ കാണുമ്പോൾ നമുക്ക് തോന്നും. നാട്ടിൽ നിന്ന് ഇടയ്ക്ക് സംസ്ഥാനം വിട്ടൊരു യാത്ര, അതിലൊരു പാട്ട്, അവിടുത്തെ മൊമെൻറ്റ്സ്, ട്രയാങ്കിൾ പ്രണയം. പ്രേമലു തിരക്കഥ എഴുതിയ സെയിം കോംബോ ഗിരീഷ് ഷേഡിയും കിരൺ ജോസിയുമാണ് ബത്ലഹേമും എഴുതിയിട്ടുള്ളത്. കോൺഫ്ലിക്റ്റുകൾ ഒഴിവാക്കിയിട്ടുള്ള ലളിതമായ കഥാഗതിയാണ് തിരക്കഥയുടെ ഭംഗി. അജ്മൽ സാബുവിൻ്റെ ഛായാഗ്രഹണം ഫീൽ ഗുഡ് മൂഡ് നിലനിർത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. കളർ ടോൺ, ഫ്രെയിമുകൾ എല്ലാം കാഴ്ചാസുഖം തരുന്നതാണ്. നാട്ടിൻപുറത്തെ പെൺകുട്ടിയായി എത്തുന്ന മമിതയുടെ ഭംഗിയും ക്യാമറയ്ക്ക് നല്ല രീതിയിൽ കാണിച്ചു തരാൻ സാധിച്ചിട്ടുണ്ട്. വിഷ്ണു വിജയുടെ പശ്ചാത്തല സംഗീതം മറ്റൊരു സംഗതിയാണ്. ചിത്രത്തിൻ്റെ ഈ ഫീൽ ഗുഡ് മൂഡ് നിലനിർത്തി തന്നെയാണ് ഓരോ ഗാനങ്ങളും ഒരുക്കിയിട്ടുള്ളത്. ഗിരീഷ് ഷേഡിയുടെ എല്ലാ സിനിമകളിലും പിന്തുടരുന്ന ഗാനങ്ങളുടെ ഭംഗി ബത്ലഹേമിലുമുണ്ട്. ആകാശ് ജോസഫ് വർഗീസിൻ്റെ എഡിറ്റിങ്ങും കൃത്യതയുള്ളതാണ്. പൂർണ്ണമായും വില്ലൻ എന്ന് വിശേഷിപ്പിക്കാനാവാത്ത റിയൽ ലൈഫ് കുഴപ്പക്കാരാണ് ഗിരീഷ് പടങ്ങളിലെ പ്രതിനായകന്മാർ. പ്രേമലുവിലെ പോലെ തന്നെ ബത്ലഹേമിലും വില്ലൻ ശ്യാമിൻ്റെ കയ്യിൽ ഭദ്രമാണ്. ഹരി എന്ന ക്യാരക്ടറിൻ്റെ ഒരു കംപ്ലീറ്റ് സ്വഭാവം നമുക്ക് പിടികിട്ടും വിധമുള്ള ഗംഭീര കഥാപാത്ര എഴുത്തുമാണ് അതിനൊത്ത പ്രകടനവുമാണ്. മൊത്തത്തിൽ ഇത്തവണത്തെ ഓണം ബത്ലഹേം കുടുംബ യൂണിറ്റിൻ്റേതാണ്.